നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്ത്, ന്യൂമറോളജിസ്റ്റ് ആൻഡ് വാസ്തു കൺസൾട്ടൻറ്റ്. ബേസിക്കലി ശരനൂൽ ശാസ്ത്രം, പെൻഡുലം സയൻസ്, പിരമിഡ് സയൻസ്, ശംഖ് ജ്യോതിഷം ഇത്യാദി ഓക്കൾട്ട് സയൻസ് വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇന്ന് നമ്മൾക്ക് ഈ കഴിഞ്ഞ ദിവസം റിലീസായ മാർക്കോ എന്ന സിനിമ ഇന്ത്യയിൽ തന്നെ വൺ ഹിറ്റായി. അതിൻ്റെ നായകൻ ഉണ്ണി മുകുന്ദൻ. ആ സിനിമയെക്കുറിച്ചാണ് ഇന്ന് വാർത്താമാധ്യമങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ധാരാളം യൂട്യൂബേഴ്സ് അതിനെക്കുറിച്ച് പറയുന്നു. സിനിമ വളരെ ബ്രൂട്ടലാണ്, ക്രൂവലാണ് എന്നല്ല. നമ്മൾ സിനിമയുടെ കഥയെപ്പറ്റി പറയുന്നില്ല. എന്തുകൊണ്ടാണ് ആ സിനിമ വിജയിച്ചത് എന്ന് ന്യൂമറോളജിയിലൂടെ ഓർ പ്രോണോളജിയിലൂടെയാണ് ചർച്ച ചെയ്യുന്നത്. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ പേരിലൂടെ കഥ എന്താണെന്ന് നമ്മൾക്ക് തിരിച്ചറിയാമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ചതെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇവിടെ കൺസൾട്ടേഷൻ ഉണ്ട്. ധാരാളം പേര് വന്നു പോയിരിക്കുന്നു. സമയത്തിൻ്റെ അപര്യാപ്തത മുഖാന്തരമാണ് ഈ ഒരു ചാനൽ ഈ ഒരു വീഡിയോ ഇവിടെ എത്തിക്കുവാൻ താമസിച്ചത്. ഉണ്ണി മുകുന്ദനാണല്ലോ എൻ്റെ നായകൻ. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ബോളിവുഡിലെ പോലും ഒരു സ്ഥിരം നായക സ്ഥാനം അദ്ദേഹം നേടിയിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദന് ഇപ്പം 37 വയസ്സുണ്ട്. ഉണ്ണി മുകുന്ദൻ്റെ നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ന്യൂമറോളജി ക്ലാസ്സാണ്, പ്രോണോളജി ക്ലാസ്സാണ്. ആരെയും വിമർശിക്കുകയൊന്നും അല്ല. സിനിമ വിജയിച്ച കഥകളൊന്നും അല്ല അറിയേണ്ടത്. സിനിമ എന്തായാലും ഹിറ്റായി. ഉണ്ണി മുകുന്ദൻ്റെ 37ാമത്തെ വയസ്സിൽ UNNI ഉണ്ണി, മുകുന്ദൻ്റെ പേരിൽ MUKINDAN. ഇതിൽ N എന്ന ലെറ്ററിലാണ് ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത് അപ് ടു ഹിസ് ഏജ് 39. നൗ ഹിസ് ഏജ് ഈസ് 37. റിമൈനിങ് 2 more years. ദാറ്റ് N എന്ന ലെറ്റർ അദ്ദേഹത്തെ സഹായിക്കും. അതാണ് ഈ സിനിമ വിജയിച്ചതെന്ന് നമുക്ക് നോക്കാം. വിജയിക്കാൻ കാരണമെന്ന് ന്യൂമറോളജിയിലൂടെ കണക്ക് കൂട്ടാം. എല്ലാവരും പറയും നല്ല കഥയാണ്, തിരക്കഥയാണ്, നല്ല ഡയറക്ഷനാണ്, ആക്ഷനാണ്, അതെല്ലാം പറയും. അതൊക്കെ ഓക്കെ ആയിക്കോട്ടെ. അതെല്ലാം കൊമേഴ്സ്യൽ സിനിമയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലേക്കോ ഉണ്ടാകും. ഉണ്ണി മുകുന്ദൻ ഒരു പരിധി വരെയും അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നമുക്ക് ചിന്തിക്കാം. മേപ്പടിയൻ സിനിമ റിലീസായി. ഉണ്ണി മുകുന്ദനെ പറ്റി നമ്മൾ ഒരു 2 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ധാരാളം പേര് കണ്ടിരുന്നു. തെറ്റില്ലാത്ത അഭിപ്രായങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ 2022 ഡിസംബറിൽ മാളികപ്പുറം ഇറങ്ങി. അത് വൻ വിജയമായിരുന്നു. അതിനുശേഷം ഒരു ജയ് ഗണേഷ് ഇറങ്ങി. അത് പരാജയമായിരുന്നു. അതിൻ്റെ ടോട്ടൽ വാല്യൂ 43 ആയിരുന്നു. 43. അദ്ദേഹത്തിന് നല്ല സമയമായിട്ട് പോലും പേരിൽ അല്പം ഹൈന്ദവതീയ വന്നതിൻ്റെ പേരിൽ തന്നെ ആയിരിക്കാം പ്രേക്ഷകർ കുറഞ്ഞത്. 5 കോടി രൂപയാണ് മുടക്കിയത്. 5 കോടിയേ കിട്ടുകയുള്ളൂ. വൻ ഹിറ്റൊന്നും ആയിട്ടില്ല. ഒരു പരിധി വരെയും പരാജയമായിരുന്നു. കാരണം ആ സിനിമയുടെ പേരിൻ്റെ വാല്യൂ 43 ആയിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഈ പോയിന്റിലേക്ക് വരാം. ഉണ്ണി മുകുന്ദൻ്റെ ഈ സിനിമ വിജയിക്കാൻ കാരണം ഉണ്ണി മുകുന്ദൻ്റെ പേരിലെ മുകുന്ദൻ്റെ N എന്ന ലെറ്ററിലാണ് ആ വ്യക്തി ജീവിക്കുന്നത്. അത് ഉണ്ണി മുകുന്ദനെ അറിയണമെന്നില്ല കേട്ടോ. ഒരു പ്രോണോളജിസ്റ്റിന് അല്ലെങ്കിൽ ന്യൂമറോളജിസ്റ്റിന് ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. N എന്ന ലെറ്റർ വന്നാൽ സമ്പത്തിനോട് അമിതമായ താല്പര്യമുണ്ടാകും. ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഫലം 1 കോടി രൂപയായിരുന്നു. ഏത് രീതിയിലും പൈസ ഉണ്ടാക്കാൻ പറ്റും. ത്രൂ പ്രോപ്പർ ചാനൽ, ത്രൂ പ്രോപ്പർ വേ. ഇതിനു മുൻപായിട്ട് അദ്ദേഹം ഈ കുറിയൊക്കെ തൊട്ട് നടക്കുമായിരുന്നു. അതിൻ്റെ പേരിൽ ധാരാളം വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഇടയ്ക്കായിട്ട് ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞതിന് ശേഷം ധാരാളം ഇൻ്റർവ്യൂ ഒക്കെ വന്നപ്പോൾ കുറിയൊക്കെ അങ്ങ് മാറ്റി. പറഞ്ഞു അന്ന് എനിക്ക് റിയാക്ട് ചെയ്യാനുള്ള സ്വഭാവമായിരുന്നു, ഇന്ന് അതൊക്കെ മാറ്റിയെന്ന്. കാരണം N എന്ന ലെറ്റർ അല്പം മൃദുത്വം, സോഫ്റ്റ്നെസ് കാണിക്കുകയാണ്. ഉണ്ണി മുകുന്ദനെ പറ്റിയല്ല എടുക്കേണ്ടത്. നിങ്ങളുടെ പേരിൽ N എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അല്പം സോഫ്റ്റ്നെസ് ഉണ്ടാകും. പക്ഷേ എപ്പോഴും എന്നിൻ്റെ സോഫ്റ്റ്നെസ് കാണിക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് 35, 36, 37, 38, 50, 55 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. എല്ലാ വർഷവും ഇപ്പം 35 വയസ്സുകാരൻ എന്നും 35 വയസ്സായിട്ടാണ് നിൽക്കുക. എവറി ഇയറിൽ അത് മാറിക്കൊണ്ടിരിക്കും.
എന്നതുപോലെ ഈ നമ്മളുടെ പേരിലുള്ള ലെറ്റേഴ്സിൻ്റെ വൈബ്രേഷൻ എവരി ഇയറിൽ മാറത്തില്ല, ചില അക്ഷരങ്ങൾക്ക് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഈ പേരിൽ ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ അടുത്ത് 2 വർഷം കൂടി ഈ എൻ എന്ന ലെറ്ററിൻ്റെ വൈബിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് പൈസ ഉണ്ടാകും. പൈസ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഹാർഡ് വർക്കിലൂടെ മാത്രമല്ല, സുഹൃത്തുക്കൾ മുഖാന്തരമാണ് അദ്ദേഹത്തിന് പണം ഉണ്ടാകുന്നത്. നല്ല ഒരു പ്രൊഡ്യൂസറിനെയും നല്ല ഒരു ഡയറക്ടറിനെയും ഉണ്ണി മുകുന്ദന് കിട്ടി. നല്ല സമയമാണ്. എൻ എന്ന ലെറ്ററിലാണ്. എനിവേ ദേ വിൽ മേക്ക് മണി. അതാണ് ഈ സിനിമ വിജയിക്കാനുള്ള കാരണമെന്നാണ് ന്യൂമറോളജി അല്ലെങ്കിൽ പ്രോണോളജി എന്ന സയൻസിലൂടെ തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഇവരിലേക്ക് നല്ല കഥകൾ എത്തിച്ചേരും. അപ്പോൾ ചോദിക്കും, ഈ എൻ എന്ന ലെറ്ററിൽ ജീവിച്ചിരുന്ന സമയത്താണ് മറ്റേ ജയ് ഗണേഷ് പരാജയപ്പെട്ടത്. കാരണം ബിക്കോസ് ദാറ്റ് നെയിം വാല്യൂ വാസ് വാല്യൂ ഈസ് 43. 34 വന്നു കഴിഞ്ഞാൽ പോയി. അപ്പോൾ നല്ല സമയമാണെങ്കിലും അബദ്ധങ്ങളിലേക്ക് നമ്മൾ ചാടിപ്പോകും. നിങ്ങളിങ്ങനെയൊന്നും ചെയ്യുവാൻ ശ്രമിക്കരുത്. അറിവില്ലായ്മയുടെ പേരിൽ എന്തെങ്കിലും ഒരു സംരംഭത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പേരിൽ എൻ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ ആരോടെങ്കിലുമൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ നന്നായിരിക്കും. ഇവരിപ്പോൾ ഈ ഉണ്ണിമോഹൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം, ഞാനിപ്പോൾ പരുഷമായിട്ടൊന്നും അവരോട് സംസാരിക്കത്തില്ല. മുൻപൊക്കെ ആണെങ്കിലും ഒരിക്കൽ ഹനുമാൻ്റെ ഒരു വിഗ്രഹമൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ കൊടുത്തല്ലോ, യൂട്യൂബിലൊക്കെ കൊടുത്തല്ലോ, എന്തെല്ലാം വിമർശനങ്ങളായിരുന്നു. അത് ചില പ്രത്യേക ആൾക്കാർ അദ്ദേഹത്തെ ഇടിച്ച് താത്താൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു. അതൊക്കെ മാറി, കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോഴങ്ങനെ ഉണ്ണിമൂന്നൻ നെറ്റിയിൽ കുറി പോലും ചാർത്തില്ല, ചന്ദനമോ ഒന്നും ചാർത്തില്ല. കാരണം ബിക്കോസ് ഓഫ് ദാറ്റ് പവർ ഓഫ് ലെറ്റർ എൻ. അതാണ് സാമ്പത്തികമായിട്ട് വിജയിക്കാനുള്ള, സിനിമ വിജയിക്കാനുള്ള കാരണങ്ങളിൽ വൺ ഓഫ് ദി റീസൺ. പേരിൽ മാർക്കോ എന്നല്ലേ സിനിമയുടെ പേര്. എം എന്ന ലെറ്റർ നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ, എസ്പെഷ്യലി സ്റ്റാർട്ടിങ് വിത്ത് എം, പേരിൽ എം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ബിക്കോസ് ദാറ്റ് എം റെപ്രസെൻ്റ് ചെയ്യുന്നത് യുറാനസ്, രാഹു എന്ന പ്ലാനറ്റാണ്. രാഹു നല്ല ബുദ്ധിമാനാണ്. നിങ്ങളുടെ പേരിൽ എം എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ സധൈര്യം മുന്നോട്ട് പോകാം. പക്ഷേ എമ്മിന് ശേഷം നെഗറ്റീവ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ പരാജയമായിരിക്കും. ഈ ധാരാളം മോഹനന്മാരെ നമ്മൾ കാണാറില്ലേ? മിക്ക മോഹന്മാരെ എൻ്റെ അറിവിൽ പരാജയം. അഥവാ ഉണ്ടെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യം ഒരു പേരിലൊക്കെ അങ്ങ് പോകുന്നതേ ഉള്ളൂ. കാരണം മോഹനൻ എന്ന ലെറ്ററിൽ NAN എന്നാണ് ലാസ്റ്റ് ലെറ്റർ. ആ NAN ആണ് അവരെ കൊണ്ട് തളച്ചിടുന്നത്. എന്നാൽ മോഹൻ എന്ന് മാത്രമാണെങ്കിൽ വിജയമാണ്. ഒരു ഗുഡ് നൈറ്റ് മോഹൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ മാർക്കോയിൽ എം എന്ന ലെറ്റർ വന്നതിൻ്റെ പേരിൽ പ്രതിബന്ധങ്ങൾക്ക് മുന്നിൽ അവർ എത്രയായാലും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. മാർക്കോ എന്ന സിനിമയുടെ പേര് കേട്ടപ്പോൾ നമുക്ക് കണക്ക് കൂട്ടാം, ഇതിലെ നായകൻ ആരായാലും ശരി പ്രതിബന്ധങ്ങളെ അതിജീവിക്കും. ഇതൊരു കുടുംബ സിനിമയല്ല. അഥവാ കുടുംബ സിനിമയാണെങ്കിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ മാർക്കോ എന്ന കഥാപാത്രം. ഇനി അടുത്തതായിട്ട് ഉണ്ണിമൂന്നനാണല്ലോ ഇതിൻ്റെ നായകൻ. ഉണ്ണിമൂന്നൻ്റെ പേരിൽ 12 ലെറ്റേഴ്സ് ഉണ്ട്. 12 ലെറ്റേഴ്സ് വന്നാൽ ഞാനിങ്ങനെ ഇടയ്ക്ക് നോട്ട് നോക്കാൻ കാരണം ഇത് കണക്കാണ്, ക്ലാസ്സാണ്. വെറുതെ ആരെ പറ്റിയെങ്കിലും വെറുതെ അവനിവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞുകൊണ്ട് പോകുന്ന വ്യക്തിയല്ല. നമുക്ക് അങ്ങനത്തെ ക്ലാസ് അല്ലല്ലോ. അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും നിങ്ങളുടെ തെറ്റായിട്ട് പതിക്കുവാൻ പാടില്ല, മനസ്സിൽ പതിപ്പിക്കുവാൻ പാടില്ല. അതിൻ്റെ പേരിലാണ് ഇടയ്ക്ക് നോട്ട് നോക്കിയാണ്. ഒരു വ്യക്തിയുടെ പേരിൽ 12 ലെറ്റേഴ്സ്, അതായത് നിങ്ങളുടെ പേരിലെ അക്ഷരങ്ങളുടെ എണ്ണം 12 ഉണ്ടെങ്കിൽ നിങ്ങളുടെ എപ്പോഴും ഉത്കണ്ഠ ഉണ്ടാകും, ആകാംക്ഷ ഉണ്ടാകും, ആങ്സൈറ്റി ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും തുടക്കത്തിലൊക്കെ. പക്ഷേ യു ക്യാൻ സക്സസ്, ഗ്രാജുവലി യു ക്യാൻ സക്സസ്. നിങ്ങൾക്ക് വിജയത്തിലേക്ക് പോകാൻ പറ്റും. പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഈ ഉണ്ണിമൂന്നൻ തന്നെ പറഞ്ഞിരുന്നു, ഗുജറാത്തിലായിരുന്നു ജോലി. ഈ സിനിമയിലേക്ക് വരുന്നതിന് മുൻപായിട്ട് സിനിമയിൽ കയറണമെന്നുള്ള ആഗ്രഹത്തിൽ, സ്പടികം സിനിമയാണ് കേട്ടോ അദ്ദേഹത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തെന്നും പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ആക്ഷൻ പിക്ചർ കണ്ടപ്പം കൂടുതലായിട്ട് എനിക്ക് കറേജ് കിട്ടി, സ്വയമായിട്ട് ഒരു പ്രൊമോഷൻ കിട്ടി. ഗുജറാത്തിൽ നിന്നും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. 1 മാസം 2 അവധിയാണ് കിട്ടുന്നത്. ഇവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി വരണം, ഏതെങ്കിലും സിനിമയിൽ തല കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ 4 മാസം കൂടുമ്പോൾ
ഓരോ മാസവും 2 ദിവസത്തെ അവധി കിട്ടുമ്പോൾ ആ അവധി എടുക്കാതെ 4 മാസം കൂടുമ്പോൾ 8 അവധി കിട്ടും. ആ 8 അവധി എടുത്തുകൊണ്ട് 4 മാസം കൂടുമ്പോൾ അവധി എടുത്തുകൊണ്ട് ആകാംക്ഷാഭരിതമായിട്ട് കേരളത്തിൽ വരും, പ്രൊഡ്യൂസേഴ്സുമായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഡയറക്ടേഴ്സുമായിട്ട് സംസാരിക്കും. അവർ പറയും സോറി, ഇപ്പോൾ ചാൻസ് ഇല്ല എന്ന് പറയും. അതാണ് ചതി. നിങ്ങളുടെ പേരിൽ 12 എന്ന അക്ഷരത്തിൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ, അതായത് നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചതി പ്രതീക്ഷിക്കാം. നമുക്ക് ഉണ്ണിമൂന്നിനെയോ മാർക്കോ പറ്റിയല്ല, അതാണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിലും നിങ്ങളുടെ ലൈഫിലേക്കാണ് നോക്കേണ്ടത്. ഉണ്ണിമൂന്നിന് അങ്ങനെ പല തവണയും അവസരങ്ങൾ നഷ്ടപ്പെട്ട് ഒന്നുകിൽ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ നിരാശപ്പെടുത്തി വിടുകയും, അതും ഒരുതരം ചതിയായിരുന്നല്ലോ. വിളിച്ചു വരുത്തിയിട്ടോ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ പേരിൽ 12ൻ്റെ സ്വാധീനം ഉണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ചതിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളെ പൊട്ടിച്ച് തരിപ്പണമാക്കാനും സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കണം. ഉണ്ണിമൂന്നിൻ്റെ പേരിൻ്റെ വാല്യൂ UNNI ഉണ്ണി MUNKANDN മുകുന്ദൻ, അതിൻ്റെ വാല്യൂ 50 ആണ്. ചില ആൾക്കാർ പറഞ്ഞു ഇത് കണക്ക് കൂട്ടാൻ അറിയില്ലെന്ന്. അടുത്ത ദിവസം അതിനെപ്പറ്റി ന്യൂമറോളജി വാല്യൂ ഒക്കെ കണക്കൂട്ടാനുള്ള ചാർട്ട് ഇത് പഠിപ്പിക്കാം. ചില ആൾക്കാർക്ക് അറിയില്ല എന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ ഉണ്ണിമൂന്നിൻ്റെ പേരിൻ്റെ വാല്യൂ 50 ആണ്. 50 വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ പേരിൻ്റെ വാല്യൂ 50 ആണെങ്കിൽ 50ൻ്റെ മറ്റൊരു സംഖ്യയാണ് 32. 50 മീൻസ് 5, 32 5 ആണ്. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല. ചതി വരും. ഈ അല്പം ഇത് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ചാനൽ അല്പം വീഡിയോ അല്പം നീണ്ടുപോയാൽ പോലും ഇതൊരു ക്ലാസ് എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക. എൻ്റെ പേര് SB അജിത് കുമാർ എന്നായിരുന്നു. പേരിൻ്റെ വാല്യൂ 32 ആയിരുന്നു. മുൻപുള്ള കാര്യമാണ് പറഞ്ഞത്. 32 വന്നതിൻ്റെ പേരിൽ എനിക്കും ഇങ്ങനെ ചതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സമയം പോയാലും പറയുകയാണ്, സ്റ്റഡി ക്ലാസ് അതിൻ്റെ പേരിൽ നിങ്ങൾ സമയം പോലെ കണ്ടുപോയാൽ മതി. ഒരൊറ്റ തവണയായിട്ട് കേട്ട് പോകണ്ട. ഒന്ന് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായാലും കേട്ടാൽ മതി. ഈ അജിത് കുമാറിൻ്റെ പേര് 32 ആയതിൻ്റെ പേരിൽ അന്നുണ്ടായ ഒരു സംഭവം എൻ്റെ സ്വന്തം അനുഭവമാണ് ഈ പറയുന്നത്. ഒരു 22 വയസ്സൊക്കെ ഉള്ളപ്പോൾ 2 സഹോദരങ്ങൾ എന്നോട് 2000 രൂപ ചോദിച്ചു. അന്ന് 2000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുകയാണ്. ശരി, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ആക്ച്വലി അവരുടെ സഹോദരിയുടെ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. പിതാവ് നഷ്ടപ്പെട്ട സഹോദരന്മാരാണ് അവർ. ഞാനോട് കമ്പനിയാണ്. കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ്. ഞാൻ വാക്ക് കൊടുത്തു എന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെയും ആ 2 സഹോദരങ്ങളുടെയും സുഹൃത്തായ ഒരു വ്യക്തി വന്ന് പറഞ്ഞു, എടാ അന്ന് 22 23 വയസ്സേ എനിക്കുള്ളൂ കഷ്ടിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഏജ്. എടാ നീ അവർക്ക് 2000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞു. നീ കൊടുത്താൽ ആ പൈസ പെട്ടെന്ന് കിട്ടത്തില്ല, 2 വർഷം കൊണ്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഈ വ്യക്തി എന്നോട് പറഞ്ഞതാണ്. ഇത് കേട്ടപ്പോൾ എനിക്കൊരു മടി. അന്ന് 2000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുകയാണ്. മറ്റവർ ചോദിച്ചപ്പോൾ സഹോദരിയുടെ കല്യാണം എടുക്കാറായപ്പോൾ എന്നോട് ചോദിച്ചു, എടാ പൈസ ആയില്ലേ? ഞാൻ പറഞ്ഞു, എടാ ആയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ പൈസ കൊടുത്തില്ല. ആക്ച്വലി എന്താ സംഭവിച്ചത്? എൻ്റെ സുഹൃത്തും ആ 2 സഹോദരങ്ങളുടെ സുഹൃത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട്ടിലൊക്കെ വന്നും പോയി ഇരിക്കുന്നു. ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു കൊടുക്കണ്ടെന്ന്. അതേ സമയത്ത് അവിടെയും ചെന്ന് പറഞ്ഞു, അവൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടത്തില്ല, നിങ്ങളിട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞതാണ്. ഇതാണ് ചതി. എൻ്റെ പേരിൻ്റെ വാല്യൂ 32 ആണ്. ഇതൊരു യഥാർത്ഥ സംഭവമാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ പേരിൻ്റെ വാല്യൂ 32 ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 32 ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടി നിൽക്കുന്ന ആൾക്കാർ ചതിക്കും. ഇതൊരു ചതിയാണോ? ഈ ബാക്കി കൂടി കേട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ക്ലബ്ബുണ്ട്. കഥ പറഞ്ഞ് ചില ആൾക്കാർ പറയും ഇത് മണമണ പറയേണ്ടതെന്ന്. ഇത് ക്ലാസ് പഠിച്ചു പോകുന്നവർ പഠിച്ചാൽ മതി. ന്യൂസ് ചാനലല്ല, വേറെ അവനെപ്പറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ അനാവശ്യം പറയാനോ കുറ്റം പറയുന്ന ഒരു ക്ലാസ് അല്ല. നമുക്ക് അങ്ങനത്തെ വ്യൂവേഴ്സും വേണ്ട. ഒരു സ്റ്റഡി ക്ലാസ് ആയിട്ട് മുന്നോട്ട് പോട്ടെ. ഞങ്ങളുടെ അടുത്തൊരു ക്ലബ്ബുണ്ട്. ക്ലബ്ബിൽ പോയി ഞങ്ങൾ ഈ ചെറുപ്പത്തിലല്ലേ ചീട്ടുകളിയൊക്കെ പഠിക്കും. ചീട്ടുകളി, ചെറിയ തോതിലുള്ള ചീട്ടുകളി. അപ്പോൾ എനിക്കും ചീട്ടുകളിയൊക്കെ പഠിച്ചു, വലിയ ഇഷ്ടമായി. രാത്രി ക്ലബ്ബ് 9 മണി 9:30 ആകുമ്പോൾ അടച്ചിരിക്കും. ഒരു തവണ ഞങ്ങൾ ചീട്ട് കളിച്ചു. 9:30 9:30 ക്ലബ്ബ് അടച്ചു. താക്കോൽ എൻ്റെ കയ്യിലാണ്. താക്കോൽ ഞങ്ങൾ ഒരു പ്രത്യേകമായ സ്ഥലത്ത് വെച്ചിട്ട് പോയാൽ മതി. പിറ്റേ ദിവസം 4 മണിക്ക് ക്ലബ്ബ് തുറക്കുമ്പം ആ സ്ഥലത്ത് വന്ന് താക്കോലിട്ട് അവർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇന്നത്തെ പോലെ അത്ര വലിയ ശല്യമുള്ള സ്ഥലമല്ലായിരുന്നല്ലോ. പിറ്റേ ദിവസം വൈകുന്നേരം വന്നപ്പോഴേക്കും അവിടെ ധാരാളം ആൾക്കാർ എന്നെ കാത്തിരിക്കുകയാണ്.
അവർ ചോദിച്ചു, നീ അല്ലടാ ഇന്നലത്തെ ചീട്ട് കീറിക്കളഞ്ഞ്. ഇടയ്ക്ക് ഒരു വ്യക്തി പുതിയ ചീട്ട് അവിടെ കൊണ്ടുവച്ചിരുന്നു, പുതിയ 2-3 കുത്തി ചീട്ടെല്ലാം കീറി ആ ക്ലബിൻ്റെ പടിക്കലിട്ടിരിക്കുക. എന്നോട് ചോദിച്ചു, നീയാണോ ഇന്നലെ വൈകുന്നേരം ക്ലബ്ബ് അടച്ചത്? ഞാൻ അതെ ഞാനാണ്. താക്കോൽ എവിടെ വെച്ചത്? അവിടെ. അപ്പോൾ ചീട്ടാരാ കീറിക്കളഞ്ഞേ? ഞാൻ ചീട്ട് കീറിക്കളഞ്ഞിട്ടില്ല, ചീട്ടുകളി എനിക്കിഷ്ടമല്ലേ, ചീട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചീട്ടുകളി. എല്ലാവരും കൂടി ഒരു 20ഓളം പേരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, നീ ആ ചീട്ട് കീറിക്കളഞ്ഞേ, രാത്രിയിൽ നീയല്ലേ പോയതെന്ന് ചോദിച്ചു. ക്ലബ്ബ് അടച്ചിട്ട്. അത് ചതിയായിരുന്നു. കാരണം രാത്രിയിൽ ചീട്ട് കളിയും കഴിഞ്ഞിട്ട് ക്ലബ്ബിൽ പ്രത്യേകമായ സ്ഥലത്ത് താക്കോലും വെച്ചിട്ട് പോയി. പിറ്റേ ദിവസം ഞാൻ 2 സഹോദരങ്ങൾക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അവർ രാവിലെ മിൽക്ക് സൊസൈറ്റിയിൽ പാൽ കൊടുക്കാൻ പോയപ്പോൾ വന്നു, അവരാ ചീട്ട് കീറിക്കളഞ്ഞിട്ട് പോയി. എൻ്റെ പേരിൽ പഴിച്ചാരി. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അപ്പം നിങ്ങളുടെ പേരിൽ 32-5-ൻ്റെയൊക്കെ സ്വാധീനമുണ്ടെങ്കിൽ ചതിയും കൂടി പ്രതീക്ഷിക്കാം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ, യഥാർത്ഥമായ സംഭവം നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ചെയ്തത്. ആരെയും വിശ്വസിക്കരുത്, ബട്ട് യു ക്യാൻ മേക്ക് മണി. അതേസമയത്ത് ഹിഡനായിട്ടുള്ള ചതിയും ഉണ്ടാകും. ഇതെന്തിനാണ് പറഞ്ഞത്? ഉണ്ണിമൂന്നൻ്റെ പേരിൽ 50 എന്ന വാല്യൂ ഉള്ളതിൻ്റെ പേരിൽ ധാരാളം ചതികൾ സംഭവിച്ചിട്ടുണ്ട്. മാർക്കോയാണ് കേട്ടോ നമ്മുടെ സബ്ജക്റ്റ്. മിക്കവാറും ഈ വീഡിയോ നീണ്ടു പോകുമോ എന്ന് സംശയമുണ്ട്. പിന്നെ നിങ്ങൾ ഈ 5ൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ ആരായിട്ടും ഇടപാട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടെങ്കിൽ രേഖാമൂലമായ റെക്കോർഡ് മേടിച്ചിരിക്കണം. വാക്കാൽ ഒന്നും നിങ്ങൾ ഏൽക്കരുത്, ചതിക്കപ്പെടും. എപ്പോഴും രേഖാമൂലമായ പേപ്പർ മേടിച്ചിരിക്കണം. വ്യക്തമായിട്ട് പറയുകയാണ്. റിമോട്ട് ഏരിയയിൽ പോയി താമസിക്കരുത്. നിങ്ങൾക്ക് 5-ാം തീയതി ജനിച്ചവരാണെങ്കിൽ, നിങ്ങളുടെ പേരിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ, ജന്മസംഖ്യ ഇത് ഫെയ്റ്റ് നമ്പർ വിധിസംഖ്യ ജനിച്ച ഡേറ്റും മാസവും വർഷവും കൂടി കൂട്ടുമ്പോൾ 5 ആണെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി താമസിക്കാൻ പാടില്ല. പബ്ലിക്കുമായിട്ട് ഇടപെട്ട് ജീവിക്കൂ. ഇഷ്ടം പോലെ ചാൻസ് കിട്ടും വിജയിക്കുവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എപ്പോഴും പബ്ലിക്കുമായിട്ട് ഇടപെട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 5ൻ്റെ പ്രത്യേകതയാണ്. ജനിച്ച ഡേറ്റ് 5 ആയാലും മതി. 5. ഉണ്ണിമൂന്നിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 12, വാല്യൂ 50. ടോട്ടൽ 50ഉം 12 കൂടി കണക്ക് കൂട്ടുമ്പോൾ 62. 62 മീൻസ് 6 × 2 8. 8 വന്നാൽ റഫ് ക്യാരക്ടറാണല്ലോ. നിങ്ങൾ ജനിച്ച ഡേറ്റ് 8-ാം തീയതി ആണെങ്കിൽ, നിങ്ങളുടെ പേരിൽ 8ൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ, 8-17-26 ആണെങ്കിൽ റഫ് ക്യാരക്ടറാണ്. നമ്മുടെ നരേന്ദ്രമോദി 17 പുള്ളി സോഫ്റ്റാണ് ആൾ. പക്ഷേ അടുത്ത് ചെന്നല്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, ടി വിയിലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം തീരുമാനിച്ചത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരോടെങ്കിലും ഇടപെടുമ്പോൾ അവരുടെ ഡേറ്റോ പേരിലെ വാല്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, 8 ഉണ്ടെങ്കിൽ അല്പം സൂക്ഷിച്ച് ഇടപെട്ടാൽ നന്നായിരിക്കും. ഉണ്ണിമൂന്നൻ ആക്ച്വലി റഫ് ക്യാരക്ടറായിരുന്നു. കാരണം അദ്ദേഹത്തിന് ആ വിശ്വസിച്ച വന്ന അതെല്ലാം അതേപടി മുന്നോട്ട് പോകുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന ലെറ്റർ അതിൻ്റെ പേരിൽ വിട്ടുവീഴ്ച ചെയ്തതാണ്. പിന്നെ 8 എന്ന നമ്പർ ഉണ്ടെങ്കിൽ അവരായിട്ട് അല്പം ടൈറ്റ് ഫിസ്റ്റഡാണ്. ടൈറ്റ് ഫിസ്റ്റഡ് എന്ന് വെച്ചാൽ കൈ മുറുകെ പിടിക്കുക. ടൈറ്റ് ഫിസ്റ്റ് മുറുകെ പിടിക്കുക, പിശുക്ക് കാണിക്കും. ഉണ്ണിമൂന്നനും അത്യാവശ്യം പിശുക്കെന്ന് വെച്ചാൽ പിശുക്കായിട്ടല്ല എടുക്കണ്ടേ, അല്പം പൈസയൊക്കെ സ്വരുക്കൂട്ടി തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഈവൻ നൗ ഹി ഈസ് ലിവിങ് വിത്ത് ദാറ്റ് നേച്ചർ. ലാവിഷ് അല്ല അദ്ദേഹം തന്നെ പറഞ്ഞുള്ള അറിവാണ് കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ വേണ്ട, ഇനി അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിൽ 62 വന്നാൽ അവർ അല്പം ഈ രീതിയിൽ അല്പം പിശുക്കൊക്കെ കാണിക്കും. പിശുക്കെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യില്ല എന്നുള്ളതല്ല, അത്ര ലാവിഷ് ലൈഫ് കാണിക്കില്ല. നിങ്ങളുടെ പേരിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ശരി, പ്രയാസപ്പെട്ടായാലും സക്സസ് നേടിയിരിക്കും. അപ്പോൾ ഉണ്ണിമൂന്തൻ 62 വന്നതിൻ്റെ പേരിൽ സക്സസ് ആയിരിക്കും. ഈ മാർക്കോ എന്ന സിനിമ MARCO, മാർക്കോ, അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 5 വന്നാൽ എപ്പോഴും സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകും. നിങ്ങൾ 5-ാം തീയതി ജനിച്ചവരാണെങ്കിൽ, നിങ്ങളുടെ പേരിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ, ഏത് രീതിയിൽ 5 നിങ്ങളെ ടച്ച് ചെയ്തിട്ടുണ്ടോ? നിങ്ങളിനി 5-ാം നമ്പർ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് 5 സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകും, നോ ഡൗട്ട്. മാർക്കോയുടെ നമ്പർ MARCO, മാർക്കോ 5, സാമ്പത്തികമായിട്ട് വിജയിച്ചു. ഈ മാർക്കോയുടെ
പേരിൽ AR എന്ന 2 ലെറ്റേഴ്സ് ഉണ്ട്. AR വളരെ പോസിറ്റീവാണ്. നമ്മുടെ പേരിൽ AR ഉണ്ടെങ്കിൽ സക്സസ് ആണ്. എന്നാൽ അനിൽ കുമാർ, സുനിൽ കുമാർ, മനോജ് കുമാർ, ധാരാളം കുമാർമാർ പണ്ടുണ്ടായിരുന്നില്ല, പണ്ടത്തെ പേരിലൊക്കെ ഉണ്ടായിരുന്നു. AR അവർ വിജയിക്കുന്നില്ല. ബിക്കോസ് ANI അനിൽ, MANO ക്രോണോളജി പ്രകാരം അങ്ങനെ കുറച്ച് നെഗറ്റീവാണ്. ആ നെഗറ്റീവ് എപ്പോഴും വിളിക്കും, എപ്പോഴും അവരെ ഫോളോ ചെയ്യും. ഒരാളുടെ പേര് അനിൽകുമാർ അല്ലെ സുനിൽകുമാർ അല്ലെ മനോജ് കുമാർ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഫുൾ നെയിം ആരും വിളിക്കാറില്ലല്ലോ. മനോജിനെ വിളിക്കുള്ളൂ, അല്ല അനിലിനെ വിളിക്കുള്ളൂ, അല്ലെ സുനിലിനെ വിളിക്കുള്ളൂ. ഏത് കുമാറായാലും ശരി അനിൽ ഇട്ട് കളിക്കുകയാണ്. പിന്നെ ഒഫീഷ്യലായിട്ട് മാത്രമേ കുമാർ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് സക്സസ് വരാത്തത്. നിങ്ങളുടെ പേരിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് ലെറ്റേഴ്സ് മാറ്റണം. അപ്പോൾ നമ്മുടെ മാർക്കോയാണ് നമ്മുടെ സബ്ജക്റ്റ്. മാർക്കോയുടെ വാല്യൂ 17ആണ്. MARCO മാർക്കോ 17. ഈ 5 വന്നല്ലോ, മാർക്കോയുടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 5 വന്നാൽ എപ്പോഴും ചുറുചുറുക്കാണ്, നല്ല വാചാലമായിട്ട് സംസാരിക്കും. നിങ്ങളൊരു കമ്പനി നടത്തുന്ന ആളാണെങ്കിൽ അവിടെ സെയിൽസ്മാനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ 5, 14, 23 തീയതികളിൽ ജനിച്ച ആൾക്കാരെ റിക്രൂട്ട് ചെയ്യൂ. അവർ ബിസിനസ് കൊണ്ടുവരും. അവിടെ എങ്ങനെയായാലും അവർ കൊണ്ടുവരും. നല്ല കൂടുതൽ നോളജ് വേണ്ട, ഒരു നല്ല വാചക കസരത്തിലായാലും ശരി, ഒരുപക്ഷെ നിശബ്ദമായിട്ടിരുന്നാലും ശരി, അവർ ബിസിനസ് കൊണ്ടുവരും. ലക്ഷ്യമിട്ടാൽ 5 പേർ കൊണ്ടുവന്നിരിക്കും. മാർക്കോയിൽ വലിയ വാചക കസരത്തില്ല കേട്ടോ, അത് നമുക്ക് പറയാതെ. ഈ 5 പേർ വളരെ പെട്ടെന്നാണ് പണം ഉണ്ടാക്കുന്നത്. അത് അവരറിയുന്നില്ല എങ്ങനെയാണ് പണം വരുന്നതെന്ന്. കാരണം ദേ ആർ ബ്ലെസ്ഡ് വിത്ത് എന്താ പ്രസൻസ് ഓഫ് നമ്പർ 5. ഇവർ പെട്ടെന്നാണ് തീരുമാനമൊക്കെ എടുക്കുന്നത്, പെട്ടെന്ന് തീരുമാനം എടുക്കും. നല്ല ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ്. ഒരു ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ ഓൺട്രപ്രണർ. ആ ഓൺട്രപ്രണർ ഷുഡ് ഹാവ് ടേക്ക് എ ക്വിക്ക് ഡിസിഷൻ എന്നൊരു വാക്കുണ്ടല്ലോ. ഒരു ഓൺട്രപ്രണർ, ഒരു ബിസിനസ് സംരംഭകൻ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിവുള്ളവനായിരിക്കണം. നാളെ ആട്ടെ, നാളത്തെ കഴിഞ്ഞാട്ടെ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫ്ലോപ്പ് ആവും. 5 തീയതി ജനിച്ചവരാണെങ്കിൽ 14, 23 തീയതികളിൽ ജനിച്ചവരോ നിങ്ങളുടെ പേരിലെ വാല്യൂ 5 ആണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. മാർക്കോയിലും അങ്ങനെയാണല്ലോ. ആ സിനിമയിൽ ഞാൻ പിന്നീട് കണ്ടു സിനിമ. എൻ്റെ നിരീക്ഷണങ്ങളൊക്കെ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി പോയി ഒന്ന് വ്യക്തമായിട്ട് നോക്കി. മാർക്കോയും തീരുമാനം എടുത്താൽ തീരുമാനിച്ചു തന്നെയാണ്. പിന്നെ നോബഡി ക്യാൻ ചേഞ്ച് ഹിസ് മൈൻഡ്. പിന്നെ 5 തീയതിക്കാർ ഈ ചൂതാട്ടം, ഊഹ കച്ചവടം ഒക്കെ വിജയിക്കും. മാർക്കോയായിട്ട് ബന്ധമില്ലെങ്കിൽ 5ൻ്റെ പ്രത്യേകതയാണ്. ഇവർ എന്ത് വന്നാലും ഇവരെ യാതൊന്നും അവരെ ചിന്തിപ്പിക്കത്തില്ല. തീരുമാനിച്ചോ വെട്ടൊന്നേ മുറി 2 അവർ മുന്നോട്ട് പോകും. മാർക്കോ എന്ന സിനിമയിലെ നായകൻ്റെ സ്വഭാവം അതുതന്നെയാണ്. ആര് പറഞ്ഞാലും ശരി അവർ മുന്നോട്ട് പോയിരിക്കും. മോശമാണെങ്കിൽ മോശം, നല്ലതാണെങ്കിൽ നല്ലത്. ഉണ്ണിമൂന്നൻ എന്ന സിനിമ, മാർക്കോ എന്ന കഥാപാത്രം എങ്ങനെയാണ്? കുടുംബത്തിൽ നല്ല സ്നേഹമാണ്, കൊച്ചു കുട്ടികളോടും എല്ലാവരോടും നല്ല സ്നേഹത്തിലാണ് കഴിയുന്നത്. പക്ഷേ ശത്രുക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? മോശമെങ്കിൽ മോശം, കുടുംബത്തിൽ നല്ലവനെങ്കിൽ നല്ലവൻ എന്നാണ് പറയുന്നത്. ആ സിനിമയെ പറ്റി കൂടുതൽ പറയുന്നില്ല, കാരണം വീഡിയോ നീണ്ടുപോകും. സിനിമയിൽ ഒരു കഥ ഉണ്ണിമൂന്നൻ പറയുന്നുണ്ട്, ശത്രു ആരായാലും ശരി, പുറത്തായാലും അകത്തായാലും കൊന്നേക്കാനാണ് പറയുന്നത്. അങ്ങനെ തീരുമാനം വരെ എടുക്കാനുള്ള കഴിവുള്ളവരാണ് 5 തീയതി. മാർക്കോ എന്ന സിനിമയിലൂടെ നിങ്ങളുടെ ലൈഫിനെ പറ്റിയാണ് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്. മാർക്കോയിൽ 17 എന്ന വാല്യൂ അല്ലേ വന്നത്. ഈ 17 സത്യത്തിൽ എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുന്ന നമ്പറാണ്. 17, 8, 26 ഇപ്പോഴും തെറ്റിദ്ധരിക്കും. പക്ഷെ അവർക്കൊരു നല്ലൊരു വ്യൂ ഉണ്ട്, കാഴ്ചപ്പാടുള്ളവരാണ്, ഡീപ്പ് സെൻസ് ഉള്ളവരാണ് ഈ 17 പേര്. 17, 8, 26 പിന്നെ അത്ര പോട്ടെ, സബ്ബായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. മാർക്കോയുടെ വാല്യൂ 17 അതിൻ്റെ പേരിൽ. ഇവർ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആൾക്കാരാണ്. ആ സിനിമ കണ്ടാൽ അറിയാം. മാർക്കോ സമാധാനം ഇഷ്ടപ്പെടുന്ന ആളാണ്, സ്നേഹം ഇഷ്ടപ്പെടുന്ന ആളാണ്, കുടുംബത്തിലൊക്കെ വളരെ ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സണാണ്. പക്ഷേ ഇവരെ പ്രകോപിപ്പിച്ചാൽ, ഇവരുടെ ശത്രുത നേടിയാൽ നശിപ്പിച്ചേ തീരൂ. അവരുടെ ജീവൻ പോലും അവർക്ക് വിഷയമല്ല, നശിപ്പിച്ചിരിക്കും. നിങ്ങൾ ഏതെങ്കിലും 17 തീയതിക്കാരൻ്റെ കൂടെയാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നതെങ്കിൽ സൂക്ഷിച്ചോണം. ആവശ്യമില്ലാതെ കയറി അവരുടെ അടുത്ത് തോണ്ടിക്കഴിഞ്ഞാൽ അവർക്ക് കച്ചവടമൊന്നും വിഷയമല്ല, നശിപ്പിച്ച് നമ്മളെ കോടതിയിൽ നിന്നല്ല എവിടെയും കയറ്റാൻ തയ്യാറുള്ളവരാണ്. പിന്നെ 17കാരുടെ പ്രത്യേകത, ഇവരെന്നും ജീവിതം മൊത്തം പഴി കേൾക്കും. ആ സിനിമ കണ്ടാലും അറിയാം.
മാർക്കോ സിനിമയുടെ കഥ കൂടി നമുക്ക് എടുക്കാം, കാരണം ഒരു സ്റ്റഡി ക്ലാസ് അല്ലേ. മാർക്കോ ഒരു എന്താ എടുത്തു വളർത്തിയ ആളാണ് സിദ്ദിഖിൻ്റെ വീട്ടിൽ. അവിടെ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ സിദ്ദിഖ് സീനിയർ ആണ് അവിടുത്തെ. സിദ്ദിഖ് പോലും പറയുന്നുണ്ട്, നിനക്കെന്താ ഈ വീട്ടിലെ കാര്യമെന്ന്, നിനക്കൊരു കാര്യവുമില്ല, നിനക്കൊരു റോളുമില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്, കുറ്റപ്പെടുത്തുകയാണ്. കാരണം ഈ സിനിമയിലെ പേരിൻ്റെ മാർക്കോയുടെ വാല്യൂ എത്രയാണ്? ഉണ്ണി മുകുന്ദൻ എന്ന കഥാപാത്രമാണ്. പേര് 17 വന്നാൽ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാകും. നിങ്ങൾ 17-ാം തീയതിക്കാരാണെങ്കിൽ നിങ്ങൾ അന്യരുടെ വീട്ടിൽ പോയി കഴിവതും കിടക്കരുത്. മറ്റുള്ളവരൊക്കെ ആയിട്ട് ചാറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സെൻസർ ചെയ്തു കൊള്ളണം. ഇതൊക്കെ ഇന്നലെ നാളെ ഉയർന്നു വരും നിങ്ങൾക്കെതിരായിട്ട്. ഇപ്പം തൽക്കാലം വലിയ ലോഹ്യമായിരിക്കും, പിന്നീട് എന്തെങ്കിലുമൊക്കെ ഉയർന്നു വരും, സൂക്ഷിക്കുക. പിന്നെ ഇവർ കഷ്ടപ്പാട് സഹിച്ച എല്ലാ കാര്യങ്ങളും നേടിയുള്ളൂ. ആ സിനിമയിലും അങ്ങനെ തന്നെയാണ്, മാർക്കോയും അങ്ങനെയാണ്. വളരെയേറെ കഷ്ടപ്പാട് സഹിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇവർക്ക് പിന്നെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകും, വിരക്തി ഉണ്ടാകും. ഇദ്ദേഹം ആ സിനിമയിൽ മരിയ എന്ന ഒരു പ്രതിശ്രുത വധു എന്നാൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പേര് മരിയ എന്നാണ്. മരിയയുടെ പേരിനകത്ത് MARIA, മരിയ 5 ലെറ്റേഴ്സാണ് ഉള്ളത്. ആ മരിയയുടെ വാല്യൂ MARIA, മരിയയുടെ വാല്യൂ 9. മാർക്കോയുടെ പേരിൻ്റെ വാല്യൂ 17. സിനിമയിലെ കാര്യമാണ്. മാർക്കോ 17. ആ പെൺകുട്ടി മാർക്കോ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പേര് മരിയ. 17 9 26. 26 ആകുമ്പോൾ 6 2 8 വാല്യൂ. 26 നമ്മുടെ അതിനകത്ത് വന്ന് കൂട്ടുകെട്ട് നാശം, അപകടം. മാർക്കോ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി മരണപ്പെട്ടു. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല എങ്കിൽ നാളെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വാല്യൂ, പേരിൻ്റെ നമ്പറിൻ്റെ എണ്ണായാലും എടുത്താലും മതി, ഏറ്റവും മിനിമം. അക്ഷരങ്ങളുടെ വാല്യൂ ഒന്നും അറിയില്ലെങ്കിൽ 26 ആണെങ്കിൽ നിങ്ങൾ ആ ബന്ധത്തിന് പോകരുത്. തൽക്കാലം മാത്രമേ സ്നേഹമുള്ളൂ ഉണ്ടാവുകയുള്ളൂ, പിന്നീട് വിരക്തിയായിരിക്കും. ഈ സിനിമയിൽ ഇത് തന്നെയാണ് കാണിക്കുന്നത്. മാർക്കോയുടെ വാല്യൂ ആയ 17, മരിയയുടെ പേരിൻ്റെ വാല്യൂ ആയ 9. 17 9 26 നാശം. ആ കുട്ടി മരിച്ചു അഥവാ കൊല്ലപ്പെട്ടു. അന്യശക്തികൾ തകർക്കും എന്നുകൂടിയുണ്ട്, യുദ്ധം, വിപ്ലവമൊക്കെ. മറ്റൊന്ന്, മാർക്കോയുടെ പേരിൻ്റെ വാല്യൂ ആയ 5ഉം നമ്പർ ഓഫ് ലെറ്റേഴ്സ് 5ഉം വാല്യൂ ആയ 17 കൂടി കൂട്ടുമ്പോൾ 17 5 22 ടോട്ടൽ വാല്യൂ 22 അല്പം സഹിക്കാം. 4 13 22 31 വന്നാൽ ലേശം സൈക്കിക് എന്ന് പറയും. ദേ ആർ തിങ്കിങ് ഡിഫറൻസ്, അതിനാണ് സൈക്കിക് എന്ന് പറയുന്നത്. അത്ര നോർമലല്ല, അതാണ്. 22 വന്നാലോ ആ സിനിമ, മാർക്കോ സിനിമ കാണുന്നതിന് മുൻപായിട്ട് അറിയാൻ പറ്റും ഇതൊരു കുടുംബ സിനിമയല്ല, അല്പ സൈക്കിക്കാണ്. അതിനകത്തെ കഥാപാത്രങ്ങൾക്ക് എന്തോ പ്രത്യേകതയുണ്ടാകും, പ്രത്യേകിച്ച് മാർക്കോയ്ക്ക് അല്പം. മാർക്കോ പിന്നെ 17 കൂടി വന്നതിൻ്റെ പേരിൽ നെഗറ്റീവ് കഥാപാത്രമായിരിക്കും ആ സിനിമ. അങ്ങനെയും നമുക്ക് എടുക്കണം. അതായത് 26 വന്നു കഴിഞ്ഞാൽ അവർ തെറ്റായ രീതിയിലേ ധരിക്കുള്ളൂ, ജീവിതം എല്ലാം കണക്ക് കൂട്ടുള്ളൂ. എല്ലാം വരുന്ന സമയത്ത് മാത്രമേ പ്രതിബന്ധങ്ങളെ അവർക്ക് തരണം ചെയ്യാനുള്ള ശക്തി കിട്ടും. പക്ഷെ ആ സമയത്ത് ഭയങ്കര ശക്തിയായിരിക്കും, സൈലൻ്റായിട്ടിരിക്കും, ഒന്നും മിണ്ടത്തില്ല. സിനിമ കണ്ട നിങ്ങൾക്കറിയാമല്ലോ, ഉണ്ണി മൂന്നിന് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ആക്ഷൻ എടുക്കത്തില്ലല്ലോ, നിശബ്ദനായിരിക്കും. ജഗദീഷിൻ്റെ അതായത് വില്ലൻ, ജഗദീഷ് ആണ് വില്ലൻ. ഷമ്മി തിലകൻ്റെ മകൻ അഭിമന്യുവാണ് മറ്റൊരു വില്ലൻ, ജഗദീഷിൻ്റെ മകൻ. ഇവർ രണ്ടുപേരും വളരെ ക്രൂക്കഡായിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിക്കും. ഉണ്ണിമൂന്നൻ സൈലൻ്റായിട്ട് അങ്ങ് നിൽക്കുകയാണ്, ഒന്നും അറിയില്ലാത്ത രീതിയിൽ ചതിയിൽപ്പെടും. 26-ാം തീയതി 8 17 26 തീയതികളിൽ ജനിച്ചവർ ചതിയിൽപ്പെടും. സിനിമയുടെ പേര് കേൾക്കുമ്പോഴേ അറിയാം ചതിയുണ്ട് ഈ സിനിമയിൽ. ഉണ്ണിമൂന്നിന് ചതിക്കപ്പെടുകയാണല്ലോ. അവർ തെറ്റായ രീതിയിൽ ധരിപ്പിക്കും അവർ മോശക്കാരാണ്, മറ്റവർ മോശക്കാരാണ്. ഉണ്ണിമൂന്നിനും അല്ലെങ്കിൽ ഉണ്ണിമൂന്നിൻ്റെ സഹോദരനും പോയി അവിടെ പോയി മറ്റുള്ളവരെ കൊല്ലുകയാണ്. ഇവരെ ആക്രമിക്കുന്ന അന്ന് വരെ ഇവർ ശ്രദ്ധിക്കത്തില്ല. അവരെ നേരെ മുന്നിൽ അപകടം വരുമ്പോഴും മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. ബിക്കോസ് 26 അങ്ങനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ 26-ാം തീയതിക്കാരാണ്, തീർച്ചയായിട്ടും വീണ്ടും 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 പറയുകയാണ്, ജീവിതത്തിൽ ഓരോ ചൂട് വയ്ക്കുമ്പോഴും വളരെ സൂക്ഷിച്ച് മാത്രമേ വയ്ക്കാവുള്ളൂ. അല്ല എങ്കിൽ somebody will cheat you or you will be cheated by others.
മേ ബി യുവർ ഫാമിലി മെമ്പേഴ്സ് ഓർ യുവർ ഫ്രണ്ട് സർക്കിൾ. എന്നാൽ തിരിച്ചടിക്കുന്നുണ്ട്. കാരണം മാർക്കോയുടെ വാല്യൂ എന്താണ്? 17 വന്നാൽ അവർ തിരിച്ചടിക്കും. എത്ര ശത്രുവാണെങ്കിലും ശരി, അവർ തിരിച്ചടിക്കും. അവരുടെ ജീവിതമൊന്നും അവർക്ക് പ്രശ്നമേ അല്ല, ജീവൻ പോലും പ്രശ്നമല്ല. തിരിച്ചടി തുടങ്ങിയാൽ തിരിച്ചടിച്ചിരിക്കും. ഉണ്ണിമൂന്നിന് അവരെല്ലാവരും പോയി തകർക്കുമല്ലേ. അപ്പോൾ സിനിമയുടെ പേര് കേട്ടപ്പോഴറിയാം, ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ എതിരാളിയെ അവർ കംപ്ലീറ്റായിട്ട് നശിപ്പിക്കുന്നു. എതിരാളിക്ക് വിട്ടുവീഴ്ച ചെയ്തില്ല. ചില സിനിമയിൽ കാണത്തില്ല, നായകന്മാർ വില്ലനോട് പറയും, നീ പോയി ജീവിച്ചു, നിന്നെ വെറുതെ വിട്ടേക്കുവാണ്. അത് വരത്തില്ല. കാരണം 17-26 വന്നാൽ കൊന്നേ തീരൂ, അവർ ആ രക്തം കണ്ടേ തീരൂ. ഇങ്ങനെയാണ് സിനിമയുടെ പേര് കേൾക്കുമ്പോഴേ നമുക്ക് വാല്യൂ എടുക്കാം, സിനിമയുടെ കഥയെപ്പറ്റി അറിയാൻ പറ്റുന്നത്. ഇതിനു മുൻപായിട്ട് നമ്മൾ ചില വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഉണ്ണിമൂന്നിൻ്റെ പേരിനകത്ത് 12 വാല്യൂ, 12 ലെറ്റേഴ്സ്. മാർക്കോയ്ക്കകത്ത് 5 അക്ഷരങ്ങളുടെ എണ്ണം 12, മാർക്കോ 5. 12 5 17. കണ്ടോ, 17 പിന്നെ അപകടമായില്ലേ. അപ്പോൾ ചിന്തിക്കാം, നായകനാരാണ്? ഉണ്ണിമൂന്നൻ. ഉണ്ണിമൂന്നിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണത്തിനാണ് 17, മാർക്കോ 5, 17. ഇത് അപകടം പിടിച്ച സിനിമയാണ്. ആ കഥയുടെ അപകടമാണ്. സാമൂഹ്യമായിട്ടുള്ളതെന്ന് ചിന്തിച്ച് ഹാപ്പി മൂഡിൽ പോകുന്ന സിനിമയല്ല, അല്പം വയലൻസ് ആണ് എന്നും നമുക്ക് സിനിമ കാണുന്നതിന് മുൻപായിട്ട് അറിയാൻ പറ്റും. 17 അല്പം സൈക്കിക്കാണ് കേട്ടോ. 17 13 അല്പം ലൂസ് എന്ന് പറയും, സെമി ലൂസ്, ഇച്ചിരി ലൂസ്. എപ്പോഴും പൊതുവെ പ്രകടിപ്പിക്കത്തില്ലെന്നേ ഉള്ളൂ. കാര്യത്തിൽ അവരുടെ അടുത്ത് നിന്ന് തോണ്ടാൻ പോയാലാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലേ അവർ അവരുടെ വഴിക്കങ്ങ് പോകത്തേ ഉള്ളൂ. ഇങ്ങോട്ട് കയറി അവരെ അറ്റാക്ക് ചെയ്തില്ല. പിന്നെ തികച്ചും നെഗറ്റീവ് പ്ലാനറ്റ്സ് ഉള്ളവരാണെങ്കിൽ, നെഗറ്റീവ് കഴിവുള്ളവരാണ് അവർ കണ്ടവാനും കയറി പ്രശ്നം ഉണ്ടാക്കുന്നത്. ഉണ്ണിമൂന്നിൻ്റെ പേരിൻ്റെ വാല്യൂ 50, മാർക്കോയുടെ പേരിൻ്റെ വാല്യൂ 17. അപ്പോൾ 67. 67 എന്ന് പറഞ്ഞാൽ 6 7 13. കണ്ടോ, വീണ്ടും സൈക്കിക്കല്ലേ. ഉറപ്പാണ് ഈ സിനിമയിൽ അല്പം സൈക്കിക് കഥയാണ് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ, പ്രേമകഥയൊന്നും അല്ല. എവിടെയായാലും ശരി, ചതിയും അപകടവും സൈക്കിക്കും. അവിടെ 63 വന്നു, 67 വന്നു, 13 വന്നു. ഈ നിങ്ങളുടെ പേരിൽ ഇങ്ങനെയൊക്കെ 67 വന്നാൽ, നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയുടെയും പേരിൽ ഇങ്ങനെ 67 വന്നാൽ, നിങ്ങളുടെ മക്കളുടെ പേരിൽ 67 വന്നാൽ, നിങ്ങളുടെ പേരും മക്കളുടെ പേരും കൂടി കൂട്ടുമ്പോൾ, നിങ്ങളുടെ പേരും നിങ്ങളുടെ കുടുംബ പേരും കൂടി കണക്ക് കൂട്ടുമ്പോൾ, വീട്ടുപേര് കൂടി കണക്ക് കൂട്ടുമ്പോൾ, നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരും കൂടി കണക്ക് കൂട്ടുമ്പോൾ 67 വന്നാൽ വളരെയേറെ സൂക്ഷിച്ചു കൊള്ളണം. അകത്ത് വരെ പോകും. അകത്ത് മീൻസ് ജയിൽ, കാരാഗൃഹത്തിൽ വരെ പോകും. ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ആരെ പറ്റിയും കുറ്റം പറയുന്നില്ല. കുറ്റം പറഞ്ഞ് നമുക്കൊരു വ്യൂവേഴ്സിനെയും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെയാണ് ന്യൂമറോളജി പഠിക്കുന്നത്. ഞാൻ ഇതിനകത്തൊക്കെ ഗവേഷണം ചെയ്യുന്ന ആളാണ്. എപ്പോഴും സ്റ്റഡി 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 സ്റ്റഡി, മോർ 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 മോർ. അതാണ് എൻ്റെ ആഗ്രഹം. അതാണ് നിങ്ങൾക്കിപ്പോൾ ഷെയർ ചെയ്യുന്നത്. 67 വന്നാൽ ഒറ്റപ്പെട്ടു പോകും. ജയിലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകില്ലേ. ഇനി ഉണ്ണിമൂന്നിൻ്റെ പേരിനകത്ത് 12, മാർക്കോയുടെ വാല്യൂയായ 17 കൂടി 5 കൂടി കൂട്ടുമ്പോൾ 17 അക്ഷരങ്ങളുടെ എണ്ണം. പിന്നെ വാല്യൂ ആയ 50 17 കൂടി കൂട്ടും 67. 67 17 കൂടി കൂട്ടുമ്പോഴേ എത്ര? 84. 8 4. 8 ആരാണ്? ശനി. വീണ്ടും പറയാം, എന്താണെന്ന് വെച്ചാൽ ഉണ്ണിമൂന്തൻ എന്ന പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 12, മാർക്കോയുടെ അക്ഷരങ്ങളുടെ എണ്ണം 5. 12 5 17. ഉണ്ണിമൂന്നിൻ്റെ പേരിൻ്റെ വാല്യൂ 50, മാർക്കോയുടെ പേരിൻ്റെ വാല്യൂ 17, അത് 67. അങ്ങനെ അക്ഷരങ്ങളുടെ എണ്ണവും വാല്യൂം കൂടി കണക്ക് കൂട്ടുമ്പോഴാണ് 67 17 കൂടി കൂട്ടുമ്പോൾ 84. 8 4. 8 നെഗറ്റീവ് പ്ലാനറ്റായ ശനിയാണ്, പിടിവാശിക്കാരനാണ്, കംപ്ലീറ്റ് തകർക്കും. 4 ആരാണ്? രാഹു നെഗറ്റീവ് പ്ലാനറ്റാണ്, അതീവ ബുദ്ധിമാനാണ്. ഞാൻ ബുദ്ധിമാനാണെന്ന് ചിന്തിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ 4-ാം തീയതി ജനിച്ചവരാണെങ്കിൽ, 13-ാം തീയതി ജനിച്ചവരാണെങ്കിൽ, 22-ാം തീയതി ജനിച്ചവരാണെങ്കിൽ, 31-ാം തീയതി ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും ഞാൻ ഭയങ്കര ബുദ്ധിമാനാണെന്ന്. കുറച്ച് പിടിവാശി കാണിക്കും. പിടിവാശിയോടുകൂടി നിങ്ങൾക്ക് നാശനഷ്ടങ്ങളായിരിക്കും. ഇങ്ങനെ ജനിച്ച ധാരാളം പേർക്ക് ബിസിനസ് ഇവിടെ എനിക്കറിയാം. കൺസൾട്ടേഷൻ വരുന്നവർ ഇങ്ങനെയുള്ളവർ വലിയ കച്ചവടത്തിലൊക്കെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മുന്നോട്ട് പോകും. പിന്നെ തരിപ്പണം തകർന്ന് കിടക്കുമ്പോഴാണ് എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ 84 വാല്യൂ വന്നാൽ പിടിവാശി, ആവശ്യമില്ലാത്ത പിടിവാശി. ഐ ആം ഓൾവേസ് റൈറ്റ് എന്ന് പറയും. മറ്റുള്ളവരെല്ലാം റോങ് എന്ന് ചിന്തിക്കും. നിങ്ങളങ്ങനെയാണെങ്കിൽ ദയവായി അതിനകത്ത് നിന്ന് മാറണം, ആ ചിന്താഗതിയിൽ നിന്ന് മാറണം. ഇനി അടുത്ത് 3 1 2 3. ഇത് ഓരോ അറിയാമല്ലോ, സ്റ്റഡി ക്ലാസ്സാണ്, അതുകൊണ്ടാണ് നോട്ട് തയ്യാറാക്കുന്നത്.
കൂടെ നോക്കുന്നത്. ഇനി ആ സിനിമയുടെ ഡയറക്ടറിൻ്റെ പേര് ഹനീഫ് അദ്വനി. ഹനീഫ് അദ്വനി അക്ഷരങ്ങളുടെ എണ്ണം 11, ഉണ്ണി മൂന്നിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 12, മാർക്കോ എന്ന സിനിമയുടെ അക്ഷരങ്ങളുടെ എണ്ണം 5, 12, 5, 17. ഹനീഫ് അദ്വനി എന്ന ഡയറക്ടറിൻ്റെ പേരിൻ്റെ നമ്പർ 11, മൊത്തം 12, 5, 17, 11, 28 വന്നാൽ നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സിനിമയാണല്ലോ, ഇവർ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ യോജിച്ചത്, മാർക്കോയ്ക്ക് വേണ്ടിയിട്ട്. ആ സിനിമയിൽ മുഴുവനും നാശനഷ്ടങ്ങളാണ്, ഒരു സാധനവും അവശേഷിപ്പിച്ചിട്ടില്ല. സകലം എല്ലാ ഐറ്റംസും ഡിസ്ട്രോയിഡ്. അത് 28. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് വേണ്ട, നിങ്ങളുടെ പേരിൽ 28 വന്നാൽ, പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമോ വാല്യൂ എന്തെങ്കിലും 28 വന്നാൽ നിങ്ങൾ ദയവായി നിങ്ങൾ പേരിൽ ചേഞ്ച് ചെയ്തേ പറ്റൂ. എന്നെങ്കിലും നിങ്ങളെ കെടുതിയിൽ വരും. എത്രയോ തവണ എത്രയോ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വന്തം സഹോദരൻ്റെ കാര്യം ഉൾപ്പെടെ. 28, 29 വന്നാൽ നാശനഷ്ടങ്ങളാണ്. ഈ സിനിമയിൽ കണ്ടിട്ടില്ലാത്തവർ പോയി ഒന്ന് കണ്ടു നോക്കൂ. തെറ്റില്ലാത്ത സിനിമ, നല്ല സിനിമയുണ്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ ഇത് പഠിക്കാൻ വേണ്ടി പോയതാണ്, സിനിമയുടെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല. അതുകൊണ്ട് കേട്ടോ, അത് ഇല്ലെന്നല്ല. അങ്ങനെ ആ സിനിമയിൽ 28 വന്നു, എല്ലാ നാശനഷ്ടങ്ങൾ. ഇനി ഉണ്ണി മൂന്നിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 12 ആണെങ്കിലും വാല്യൂ എത്രയാണ്? 50. മാർക്കോ എന്ന സിനിമയിലെ പേരിൻ്റെ വാല്യൂ എത്രയാണ്? 17. 50ഉം 17ഉം. ഡയറക്ടറിൻ്റെ പേര് ഹനീഫ് അദ്വനി, 45. പേരിൻ്റെ വാല്യൂ ആണ്, അക്ഷരങ്ങളുടെ ഓരോ ന്യൂമറിക്കൽ വാല്യൂ. 50ഉം 17ഉം 45 കൂടി കണക്ക് കൂട്ടുമ്പോൾ 112. 112നെ കണക്ക് കൂട്ടുമ്പോഴോ 2, 1, 3, 4 ഉണ്ടോ? സൈക്കിക്കായില്ലേ? 4 അതിൻ്റെ ഗ്രൂപ്പ് വന്നാൽ സൈക്കിക്കാണ്. മൊത്തം 112 വന്നാൽ 4, 13, അങ്ങനെ 67 വന്നു കഴിഞ്ഞാൽ സൈക്കിക്. ആ സിനിമ സത്യത്തിൽ ആക്ച്വലി ഒരു സൈക്കിക്കല്ലേ, ലൂസല്ലേ, എല്ലാം ലൂസല്ലേ, പിടിവാശി. ഞാനാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ആശയങ്ങൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അതൊക്കെ സൈക്കിക്കാണ്, നോർമൽ ലൈഫല്ല, നോർമൽ മൈൻഡ് അല്ല. നശിപ്പിച്ചില്ലേ സിനിമയിൽ, എല്ലാം നശിപ്പിച്ചു, സകലത് നശിപ്പിച്ചു. പിന്നെ സിനിമ അതിൻ്റെ പേരിൽ ഉണ്ണി മൂന്നിനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. സിനിമ കണ്ടവർക്കറിയാം. അതാണ് പേരിൽ 13 വന്നാൽ, 14, 13 അതൊക്കെ വന്ന് അതിൻ്റെ 13, 22, 31 വന്നു കഴിഞ്ഞാൽ 67 വന്നാൽ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും. നിങ്ങളുടെ പേരിലെ വാല്യൂ, നിങ്ങളുടെ കമ്പനിയുടെ പേര് അല്ലെ വീട്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതൊരു സ്റ്റഡി ക്ലാസ്സാണ്, നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. ഇനി ആ സിനിമയുടെ പ്രൊഡ്യൂസറുടെ പേര് ഷരീഫ് മുഹമ്മദ്. ഷരീഫ് മുഹമ്മദിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 15. 15 വന്നാൽ നല്ല സംഭാഷണ ചാതുര്യമാണ്, നല്ല ആക്റ്റീവ് അവർ. ദേ ആർ റെപ്രസെൻറ്റിങ് യൂത്ത്നെസ്. വീനസ്, ശുക്രൻ, അതിൻ്റെ അഭിമുഖം ഉണ്ടായിരുന്നു ഷരീഫ് മുഹമ്മദുമായിട്ട്. അദ്ദേഹം ചിരിച്ചുകൊണ്ടൊക്കെ വളരെ, എന്നെ പോലെയല്ല, നമ്മളിപ്പോൾ ഗൗരവമായിട്ടൊക്കെ പറയുന്നത്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക, അതാണൊക്കെ വളരെ ആക്റ്റീവാണ്. ബിക്കോസ് ദാറ്റ് 15 എന്ന നമ്പർ, വീനസ്, ശുക്രനാണ് അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം, സാധാരണ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെയല്ല, വലിയ ഗൗരവമാണ്, പണമൊക്കെ ഉണ്ട്, പബ്ലിക്കുമായിട്ട് അങ്ങനെ വലിയ ഇൻ്റർവ്യൂവിന് പോകുന്നില്ല. പക്ഷേ ഷരീഫ് മുഹമ്മദ് വരാൻ കാരണം 15ആണ്. ചിരിച്ചുകൊണ്ടാണ്, വളരെ കൂളായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഇൻ്റർവ്യൂ 2-3 പ്രാവശ്യം കണ്ടു. ഇതെല്ലാം പഠിച്ചിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇതെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത്. ഷരീഫ് മുഹമ്മദിൻ്റെ പേരിൻ്റെ വാല്യൂ 62ആണ്. പിന്നെ 15 വന്നാൽ സാമ്പത്തികം ഉണ്ടാക്കാം കേട്ടോ. നിങ്ങളുടെ പേരിലൊക്കെ 15 വന്നാൽ വളരെ സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ വാല്യൂ 15 വന്നാലും സാമ്പത്തികം ഉണ്ടാക്കാം. പിന്നെ കമ്പനിയൊക്കെ നെഗറ്റീവ് ഡേയിലാണ് ആരംഭിച്ചെങ്കിൽ സാമ്പത്തികമായിട്ട് തകരുകയും ചെയ്യും. പക്ഷേ 15 ഓൾവേസ് പോസിറ്റീവ് നമ്പർ. പിന്നെ 15-നുള്ള പ്രത്യേകത, മറ്റുള്ളവർ നമ്മളെ സഹായിക്കും. ഈ ഷരീഫ് മുഹമ്മദ് 30 കോടി രൂപ മുടക്കിയിട്ടാണ് സിനിമ ഇറക്കിയത്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫണ്ടാണെന്ന്. കാരണം പല ആൾക്കാർക്കും താങ്ക്സ് പറയുന്നുണ്ട്. സിനിമ തുടങ്ങുന്നതിന് മുൻപായിട്ടൊക്കെ താങ്ക്സ് പറയുമല്ലോ. താങ്ക്സ് പറയുമ്പോൾ പല ആൾക്കാരുടെയും പേര് കണ്ടു. അപ്പോൾ നമുക്കറിയാം, ദുബൈയിലുള്ള ആൾക്കാരും നമ്മുടെ യൂസഫ് അലിയൊക്കെ, അവർക്കൊക്കെ താങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു സിനിമാ മേഖലയായിട്ട് യൂസഫ് അലിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലുലുവിൻ്റെ ഓർഡറൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടാകും. കാരണം ബിക്കോസ് ദേ ആർ ബിസിനസ് പേഴ്സൺസ്, ദേ ആർ ഹെൽപ്പിംഗ് അതേഴ്സ്. അതല്ലേ, ഹെൽപ്പിംഗ് അല്ല, ദേ ആർ കോൺട്രിബ്യൂട്ടിങ് ദെയർ ഫണ്ട് ടു ഈ ഫിലിം മേഖല. അപ്പോൾ ഷരീഫ് മുഹമ്മദിൻ്റെ മാത്രമല്ല, എന്നും ന്യൂമറോളജിയിൽ ഒരു കണക്കുണ്ട്, സുഹൃത്തുക്കളെല്ലാം സഹായിക്കും.
അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ വാല്യൂ 62ആണല്ലോ. 62 ആണെങ്കിൽ 6-8 റഫ് ക്യാരക്ടർ. അദ്ദേഹം സിമ്പിളാണ് 15 വന്നതിൻ്റെ പേരിൽ. പക്ഷെ അദ്ദേഹം റഫ് ക്യാരക്ടർ ആകുമ്പോൾ ഉള്ളിലുണ്ടാവും. അദ്ദേഹം ഇറക്കിയ സിനിമയുടെ പേരെന്താണ്? മാർക്കോ. റഫ് ക്യാരക്ടറായ കഥയല്ലേ. അതവിടെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ, സിനിമയിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഒന്നിലും കോംപ്രമൈസ് എന്നുള്ള ഭാഗം സിനിമയിൽ ഒരു കഥാപാത്രത്തിൻ്റെ അടുത്ത് നിന്നില്ലെന്ന് പറയാം. ഇനി ഷെരീഫ് മുഹമ്മദിൻ്റെ, അതായത് നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 15 വാല്യൂ 62 കൂടി വന്നപ്പോൾ 77. 77 ആക്ച്വലി ഒരു സ്പിരിച്വൽ നമ്പറാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നു, സാർ ഞാൻ കൂടെ 77 എന്നുള്ള നമ്പർ കാണുന്നുണ്ടെന്ന്. അതിന് മറുപടി കൊടുത്തു, 77 നിങ്ങൾ കൂടെ കാണുന്നുണ്ടെങ്കിൽ ഒരു മാസ്റ്റർ നമ്പറാണ് 77. അത് സ്പിരിച്വാലിറ്റിയുടെ നമ്പറാണ്. നിങ്ങളൊരു ദൈവികത അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു പോസിറ്റീവ് എനർജി, ദേ ആർ കോളിങ് യു. അതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ നമ്പറാണ് 77. പക്ഷേ 7 14 14 മീൻസ് 1 4 കൂടി കണക്കൂട്ടുമ്പോൾ എത്രയാണ്? 14 1 + 4 5. പണം ഉണ്ടാക്കും. ആ സിനിമ കളക്ഷൻ എടുത്തില്ലേ? ശരിക്കും ഗംഭീര വിജയമായിരുന്നു, നല്ല കളക്ഷനായിരുന്നു. ഞാനിവിടെ തിയേറ്ററിൽ പോയി, അവിടെ നല്ല ആദ്യമേ തുടങ്ങിയപ്പോഴില്ലേ, സിനിമ തുടങ്ങിയപ്പോൾ മാറ്റിനെ കണ്ട 3:30 ഹൗസ്ഫുള്ളായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് നല്ല കളക്ഷൻ കിട്ടി. ആ 77ൻ്റെയാണ് ഷെരീഫ് മുഹമ്മദ് എന്ന പ്രൊഡ്യൂസറിൻ്റെ പേരിൻ്റെ വാല്യൂവിൽ വന്നത് 77ആണ് സിനിമ ഇത്രയും കൂടുതൽ സഹായിച്ചത്. കഥയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതാണ് ഇതിൻ്റെ ബേസിക്കായിട്ട്. മറ്റൊന്ന്, ഇനി ഉണ്ണിമൂന്നിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 12, ഡയറക്ടറിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 11, പ്രൊഡ്യൂസർ 15, ടോട്ടൽ കൂട്ടുമ്പോൾ 38. അതവിടെ നിൽക്കട്ടെ. ഉണ്ണിമൂന്നിൻ്റെ പേരിൻ്റെ വാല്യൂ 50, ഡയറക്ടർ 45, പ്രൊഡ്യൂസറിൻ്റെ പേരിൻ്റെ വാല്യൂ 62. 50, 45, 62 കൂടി കണക്ക് കൂട്ടുമ്പോൾ 157. 157 കണക്ക് കൂട്ടുമ്പോൾ 7, 5, 12, 13. കേട്ടോ, വീണ്ടും സഹിക്കുക. ഇവരുടെ 3 പേരും കൂടി, ഉണ്ണിമൂന്നിനും പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി കണക്ക് കൂട്ടിയത് എന്താ? ഇങ്ങനെയുള്ള ഒരു വട്ടൻ സിനിമ. വട്ടൻ സിനിമ എന്നുള്ള പേര് തന്നെ പറയാൻ പറ്റും. കാരണം ഞാൻ പിടിവാശിയോടുകൂടിയുള്ള സിനിമ, സൈക്കിക്കായി പിടിവാശി കാണിക്കുന്നത് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട സിനിമ കേട്ടോ. അതാണ് ഇവരുടെ 3 പേരുടെയും കൂടിയുള്ള കൂട്ടായ്മയാണ് ഇങ്ങനെയുള്ള ഒരു സൈക്കിക് മൂവി പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ ന്യൂമറോളജി പഠിച്ച ആൾക്കാർക്ക് കണക്കൂട്ടാൻ പറ്റുമല്ലോ. ഇനി സിനിമയുടെ കാര്യം നമ്മുടെ ഡെയിലി ലൈഫിൽ വേണ്ട, നിങ്ങൾക്ക് ആരോടെങ്കിലും കൂട്ടുകൂടുമ്പോൾ ഇങ്ങനെയൊക്കെ കണക്കൂട്ടാൻ പാടാ. ആ വ്യക്തി ശരിയാണോ, നമ്മുടെ റൂംമേറ്റ് അല്ലെ ക്ലാസ്മേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശരിയാണോ, നിങ്ങൾ കണക്ക് കൂട്ടി പഠിച്ച് മുന്നോട്ട് പോകണം. അപകടങ്ങളെ ഒഴിവാക്കാൻ പറ്റും. 157. ഇനി മറ്റൊരു ദുഃഖകരമായ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കാൻ വരണ്ട, ഞാൻ പഠിച്ചിട്ട് പറയുകയാണ്. ഈ ഉണ്ണിമൂന്നിൻ്റെ ഡയറക്ടർ, ആ സിനിമയുടെ ഡയറക്ടറായ ഹനീഫ് അദ്ദനിയും ഷരീഫ് മുഹമ്മദും ഉണ്ണിമൂന്നിനും കൂടിയുള്ള കൂട്ടുകെട്ട് ഭാവിയിൽ ഒരു വിയോജിപ്പുണ്ടാകും. ഇപ്പം ഗ്രേറ്റ് സക്സസ്, ഭയങ്കര സക്സസ്സാണ്. ഭാവിയിൽ അവർ തമ്മിൽ അകലും. അത് അവർ മുഖാന്തരമായിരിക്കില്ല, ഔട്ട്സൈഡേഴ്സ്, ഇവരോടൊപ്പം ഒഴുകുന്ന ആൾക്കാർ വന്ന് ഇവരെ അകത്തിയിരിക്കും. ഇത് കാലം തെളിയിക്കുന്നത്. ഇന്നാണെന്നല്ല, നാളെയാണെന്നല്ല, ഇപ്പം നല്ല ഇമേജിൽ പോവുക. അവർ അതിൻ്റെ അടുത്ത സെക്കൻഡ് പാർട്ടൊക്കെ ഇറക്കും. പക്ഷേ ഇവരുടെ യോജിപ്പിനോട് താല്പര്യമില്ലാത്ത ചില തൽപര കക്ഷികൾ, കുശ്രിത സ്വഭാവം കാണിക്കുന്ന, നെഗറ്റീവ് സ്വഭാവം കാണിക്കുന്നവർ ഈ നല്ല സുഹൃത്ത് ബന്ധം നശിപ്പിക്കും. നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോഴൊന്നും അല്ല അറിയുന്നത് കേട്ടോ. ചിലപ്പോൾ 4-5 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇതിൻ്റെയൊക്കെ റിസൾട്ട് അറിയുന്നത്. ഇത് ന്യൂമറോളജി കണക്കാണ്. കാരണം ഇവരുടെ ഓവർ കോൺഫിഡൻസും ഒക്കെ ഇവരെ അപകടത്തിലാക്കും. 3, ഈ മാർക്കോയുടെ ടീസർ ഇറങ്ങി. ടീസർ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിം പോലെ. സിനിമ റിലീസാകുന്നതിന് മുൻപായിട്ട് ടീസർ ഇറങ്ങാറുണ്ട്. അതിൻ്റെ ഷോർട്ട് ഫിലിം, ഒരു ഡോക്യുമെൻ്ററി പോലെ അതിൻ്റെ ഒരു സമ്മറി ഇറങ്ങാറുണ്ട്. അത് സമ്മറി ഇറങ്ങിയത്, ടീസർ ഇറങ്ങിയത് 13/10/2024. ഡിസംബറിലാണ് സിനിമ റിലീസായത്. പക്ഷേ 10ാം മാസം, ഒക്ടോബർ മാസം 13ാം തീയതി സിനിമയുടെ ടീസർ ഇറങ്ങി. ആ ടീസർ 13 കണ്ടോ, ഒരു സൈക്കിക്കാണെന്ന് നമുക്ക് ഏകദേശമൊക്കെ എടുക്കാൻ പറ്റും. ഈ സിനിമ ഒരു പ്രേമകഥയൊന്നും അല്ലത്, എന്തോ ഇതേ രീതിയിലുള്ള ഒരു കഥയാണ് നമുക്ക് തീരുമാനിക്കുക. 13/10/2024 കണക്ക് കൂട്ടുമ്പോൾ 13/10/2024 കണക്ക് കൂട്ടുമ്പോൾ അവിടെ വീണ്ടും 13 വന്നു. അപ്പോൾ സുനിശ്ചിതമാണ്, ഉറപ്പാണ്,
ഒരു മാറ്റവുമില്ല. സൈക്കിക് മൂവിയാണിത്. ആ ടീസർ ഇറങ്ങിയ ദിവസം കൂടി. ഇതൊക്കെ എങ്ങനെയാണ്, ആരാണ് ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു വെച്ചതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. മൂവി റിലീസ് ചെയ്തത് 20/12/2024 ഡിസംബർ മാസം. ഈ 2024 ഡിസംബർ മാസം 20-ാം തീയതിയാണ്. 20/12/2024 കണക്കൂട്ടിക്ക്. അവിടെയും 13 റെപ്പിറ്റേഷൻ. സൈക്കിക്കാണോ? അല്പം മാനസികമായിട്ടുള്ള വിഷയമുള്ള കഥയാണോ? ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതിൻ്റെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ തീരുമാനിച്ചിട്ടാണോ? അല്ല, അതങ്ങനെ വരികയുള്ളൂ. ഇനി 4 ഒന്നുകൂടി ഒറ്റ കാര്യം. ഓക്കെ. ഇനി നിങ്ങളുടെ പേരിൽ MAR എന്ന ലെറ്റേഴ്സ് ഉണ്ടെന്ന് വെക്കുക. അല്ല, പേരിൽ M ഉണ്ടെങ്കിൽ വളരെ ആക്റ്റീവ് ആയിരിക്കും. അതിനുശേഷം നെഗറ്റീവ് വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് MAR വന്നാൽ വളരെ പോസിറ്റീവാണ്. ധനം ഉണ്ടാക്കും, ധൈര്യപൂർവ്വം മുന്നോട്ട് പോകും. AR വളരെ നല്ലതാണ്, നല്ല പോസിറ്റീവ് ലെറ്ററാണ്. ഒരു വ്യക്തികൾക്ക് പേരിടുമ്പോൾ AR ഒക്കെ ഞാൻ കഴിവതും ആഡ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ MAR നെഗറ്റീവ് വൈബ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കോപം ഉണ്ടാകും. കോപം, ദേഷ്യം, പല പല പ്രശ്നങ്ങളെ അവരെ അഭിമുഖീകരിക്കുകയും ചെയ്യും. ആ സിനിമയിൽ ഇത് കാണുന്നുണ്ടല്ലോ. AR എന്ന പേരിൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടേക്ക് എ ക്വിക്ക് ഡിസിഷൻ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്കതൊക്കെ സാധിക്കും. അപ്പോൾ 46 മിനിറ്റായി, ഇനിയും നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ധാരാളം പറയാണ്ട് ഇതൊരു 1.5 മണിക്കൂർ ചെയ്യേണ്ട വീഡിയോ ആണ്. നിങ്ങൾ സമയം പോലെ കാണുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ദയവായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു.